ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് റവയും പഴവും ചേർത്ത് വളരെ രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റവയപ്പമാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നായിരിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് റവയാണ്. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ റവ ചേർക്കുകയാണ്. വറുത്ത റവയാണെന്നുണ്ടെങ്കിൽ വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇതുപോലെ 1 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ബൗളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ 1 കപ്പ് അളവിൽ പാലും കൂടി. നമ്മൾ റവ അളന്ന അതേ കപ്പിൽ തന്നെ 1 കപ്പ് അളവിൽ പാൽ അളന്നെടുത്താൽ മതിയാവും. പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് തിളപ്പിക്കണം എന്നുള്ള ആവശ്യമില്ല. തിളച്ച പാലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അത്രയും സമയം കൊണ്ട് നമ്മുടെ റവയെല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് കുതിർന്നിട്ടുണ്ടാവും. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനിയും കൂടി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 150 ഗ്രാം അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത്. ശർക്കര ഞാനിപ്പോൾ ഈ പാനിലേക്ക് ഒന്ന് ചേർക്കുകയാണ്. ഇനി ശർക്കര നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് കിട്ടാനും ആവശ്യമായിട്ടുള്ള ഒരല്പം വെള്ളം കൂടി ഒരു 1/4 കപ്പ് അളവിൽ മാത്രം വെച്ച് കൊടുത്താൽ മതിയാവും. കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. കൂടുതൽ നമ്മൾ വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും വെള്ളം നമ്മളിത് വറ്റിച്ചെടുക്കേണ്ടി വരും. അതിൻ്റെ പേരിലാണ്. വളരെ കുറഞ്ഞ ചേരുവയിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് ഞാനിങ്ങനെ പറയുന്നതിനേക്കാളും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചടപടേന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നുകൂടി ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ ഈ ശർക്കര എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ഉരുകി കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഉരുകി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ശർക്കരയിൽ അത്യാവശ്യം തരിയും പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാനായിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് അരിച്ചുകൂടി എടുക്കാനുണ്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ റവയെല്ലാം നല്ലതുപോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ കൈകൊണ്ട് റവ എടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് മാവ് പോലെ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ പാലെല്ലാം ലൂസായിരുന്ന ആ പാലെല്ലാം നന്നായിട്ടൊന്ന് കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്കൊന്ന് മാറ്റാം. ഞാനിപ്പോൾ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമ്മളിതാ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടി ഇതിലേക്കൊന്ന് ചേർക്കുകയാണ്. ആവശ്യത്തിനുള്ള ശർക്കര പാനിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറുപഴമാണ്. അപ്പോൾ ഞാനിപ്പോൾ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ ചെറുപഴത്തിലാണ് 2 എടുത്തിട്ടുള്ളത്. നേന്ത്രപ്പഴം ഒഴിച്ച് നമുക്ക് ബാക്കി ഏത് പഴം വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. പഴം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കയും കൂടിയാണ്. ഒരു 4 ഏലക്കയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഏലക്ക പൊടിച്ചതുണ്ടെങ്കിൽ അത് തന്നെ ചേർക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ച് ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്തേക്കണം. ഞാനിപ്പോൾ 4 ഏലക്കയാണ്, മുഴുവൻ ഏലക്കയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഏലക്കയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലതുപോലെ ഒന്ന് സ്മൂത്തായിട്ട് നരച്ചെടുത്തിട്ട് വരാം. കട്ടയൊന്നും ഇല്ലാതെ, പഴത്തിൻ്റെ കട്ടയോ അതുപോലെ തന്നെ റവയുടെ കട്ടയോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് നരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് നേരെ ഒരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുക്കുന്ന മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെ വേണം ഉണ്ടാകാനായിട്ട് കേട്ടോ. അതായത് നല്ല കട്ടിയായിട്ടുള്ള ഒരു ദോശമാവ് പോലെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചെറുതായിട്ട് വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും കൂടിയാണ്. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. പക്ഷേ അത് നല്ലതുപോലെ ഒന്ന് നെയ്യിൽ വറുത്തിട്ട് വേണം ചേർക്കാനായിട്ട്. ഈ അണ്ടിപ്പരിപ്പിന് പകരം നമുക്കിതിലേക്ക് തേങ്ങ ചെറുതായിട്ടൊന്ന് വറുത്തും ചേർക്കാവുന്നതാണ്. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത തേങ്ങയും ചേർക്കാം. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. കൂടെ തന്നെ ഒരേ ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മുടെ മാവ് ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരിക്കണം. നല്ലതുപോലെ എണ്ണ ഒന്ന് ചൂടാക്കി വെച്ചതിന് ശേഷം വേണം മാവ് ചേർക്കാനായിട്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് മാവ് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ഫ്ലെയിം ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കണം. ഇനി നമുക്ക് വേണ്ടത് ഈ ചൂട് എണ്ണ ഇതിന് മുകളിലേക്ക് ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ മുകൾ ഭാഗവും നന്നായിട്ടൊന്നും പൊങ്ങി വരും. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എണ്ണ നല്ല ചൂട് കുറവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊങ്ങി വരില്ല. അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം നമ്മൾ മാവ് കോരി ഒഴിക്കാനായിട്ട്.
ഇതിപ്പോൾ നമ്മൾ ഒരു സമയം ഒന്ന് മാത്രമാണ് ചുട്ടെടുക്കുന്നത് നെയ്യപ്പം പോലെയൊക്കെ. പക്ഷേ അത്യാവശ്യം വലിയ ഒരു കടായി ആണെന്നുണ്ടെങ്കിൽ ഒരേ സമയം 2-3 എണ്ണമൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ മറുസൈഡ് ഒന്ന് പൊങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. ആ ഒരു സമയം കൊണ്ട് തന്നെ ഇതിൻ്റെ അടിഭാഗവും നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങിയിട്ടുണ്ടാവും. ഫ്ലെയിം ഇപ്പോൾ നമ്മൾ ഇനി കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നന്നായിട്ട് കളർ മാറി കിട്ടും, പക്ഷേ അകം വേഗാതെ കിട്ടും. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഒരുപാട് ഫ്ലെയിം കുറയ്ക്കണം എന്നുള്ള ആവശ്യമില്ല. ഒരു ലോ ഫ്ലെയിമിൽ നിന്നും ഒരല്പം കൂടി ഫ്ലെയിം കൂട്ടി വയ്ക്കാവുന്നതാണ്. ഇതിൻ്റെ കളറൊന്നും നല്ലതുപോലെ മാറി നല്ലൊരു ബ്രൗൺ കളർ വരണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ, ലൈറ്റായിട്ടുള്ള ബ്രൗൺ കളറായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ ഇതെന്തുമാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു റവയപ്പമായിരിക്കും എന്ന്. വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ, എന്നാലും വളരെ ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. പുറം ഭാഗം ചെറിയൊരു ഹാർഡ്നെസ്സും അകം നല്ല സോഫ്റ്റും നല്ല ആരൊക്കെ വന്നിട്ടായിരിക്കും കേട്ടോ നമുക്കിത് കിട്ടുന്നത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്നത് എപ്പോഴുമുള്ള ആ ഒരു ചേരുവകൾ കൊണ്ട് തന്നെയാണ് നമ്മളത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഉറപ്പായിട്ട് നിങ്ങളിതുപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.